ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന, ഒരിക്കലെങ്കിലും ആർക്കും ഉണ്ടാവാത്തായിട്ടുണ്ടാവില്ല, അത്തരത്തിലൊരു അസുഖത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതൊന്നുമല്ല മൈഗ്രെയിൻ അഥവാ ഹെഡ് ഏക്ക്. എന്താണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ ഹെഡ് ഏക്ക്? അപ്പം ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്, അത് മാറ്റാൻ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ളൊരു ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താണ് ഹെഡ് ഏക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് നോക്കാം. ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തോ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു വിങ്ങുന്ന ഒരു വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് നമുക്ക് ഹെഡ് ഏക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയാം. ചിലർക്ക് ഒരു സൈഡിൽ മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലർക്ക് രണ്ട് സൈഡിലും മൈഗ്രെയിൻ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് അനുഭവപ്പെടാം. തലവേദന നമുക്ക് പറഞ്ഞു രണ്ട് തരത്തിലുണ്ട്, പ്രൈമറി ഹെഡ് ഏക്കും സെക്കൻഡറി ഹെഡ് ഏക്കും. അതായത് നോർമലായിട്ടുണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിന് നമുക്ക് പല സ്ട്രെസ് കാരണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ടെൻഷൻ കാരണം ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള തലവേദനകളൊക്കെ തന്നെ നമുക്ക് പ്രൈമറി ഹെഡ് ഏക്ക് ആയിട്ട് കാണാം. അതിൽ തന്നെ ചിലത് വരുന്നത് നമുക്ക് ചില അസുഖങ്ങൾ കാരണം നമുക്ക് തലവേദന വരും. അതിൽ പ്രധാനമായിട്ടാണ് ചിലവർക്ക് കാഴ്ചയ്ക്ക്, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രധാനമായിട്ട് അവർ ഫോണുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വിഷനിൽ ഇഷ്യൂസ് വരാറുണ്ട്. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ വായിക്കാനും അല്ലെങ്കിൽ കാണാനും ശ്രമിക്കുമ്പോൾ അവർക്ക് അത് തലവേദന വരാറുണ്ട്. ചിലർക്ക് TMJ ജോയിന്റിൽ പെയിൻ വരുമ്പോൾ തലവേദന വരാറുണ്ട്. ചിലർക്ക് അത് പല്ലുവേദന വരുമ്പോൾ തലവേദന വരാറുണ്ട്. അങ്ങനെ ചില മൈനർ ഇഷ്യൂസ് കാരണം വേറെ പല അസുഖങ്ങൾ കാരണം നമുക്ക് തലവേദന വരാറുണ്ട്. ഇതൊക്കെ തന്നെ മൈനർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൈമറി ഹെഡ് ഏക്കിലാണ് വരുന്നത്. ഇതെന്ന് പറയുമ്പം ഒരു 80% ആൾക്കാർക്കും കണ്ടുവരുന്നത് ഈ ഒരു പ്രൈമറി ഹെഡ് ഏക്കാണ്. അതായത് മൈനർ ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ നമുക്ക് മറ്റു പല ചെറിയ ഇഷ്യൂസ് കാരണം നമുക്ക് തലവേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകുന്നതൊക്കെ തന്നെ ഒരു പ്രൈമറി ഹെഡ് ഏക്കിന്റെ ഭാഗമാണ്. എന്നാൽ ഒരു ബാക്കിയുള്ള ഒരു 30% അല്ലെങ്കിൽ ഒരു 40% കാണുന്നത് നമുക്ക് സെക്കൻഡറി ഹെഡ് ഏക്കിലാണ്. അപ്പോൾ ഈ സെക്കൻഡറി ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും മറ്റു പല അസുഖങ്ങൾ കാരണം, അതായത് സിവിയർ ആയിട്ടുള്ള, ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാൻസർ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്ക് സെക്കൻഡറി CA വരുന്ന ഒരാൾക്കാർക്കും ഇത്തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടാകും. അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ടുള്ള പനി അനുഭവപ്പെടുക, അതുപോലെ കഴുത്തിന് വേദന വരിക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഇതിൻ്റെ വിദഗ്ധരെ നമ്മൾ കാണിക്കേണ്ടതാണ്. അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടായിരിക്കും, നല്ല സിവിയർ ആയിട്ടുള്ള തലവേദന ആയിരിക്കും. നമുക്ക് അതായത് നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല, അത്രയും സിവിയർ ആയിട്ടുള്ള തലവേദനയും അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതെ നമുക്ക് വരികയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പല ന്യൂറോളജിക്കൽ സിംറ്റംസ്, അതായത് ഇപ്പോൾ ഒരാൾക്ക് സ്ട്രോക്ക് വരിക അല്ലെങ്കിൽ ഒരു പാരാലിസിസ് വരുന്ന സമയത്ത് അവർക്കൊരു ഭാഗത്ത് ചുണ്ട് കൂടുക, അല്ലെങ്കിൽ ഒരു സാധനം രണ്ടായിട്ട് കാണുക, അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ അവർക്ക് ഒരു സൈഡ് ഒരു കൈ കുഴയുന്നത് പോലെ തോന്നുക, അങ്ങനെ പല ന്യൂറോളജിക്കൽ സിംറ്റംസും ഇതിൻ്റെ കൂടെ കാണുകയാണെങ്കിൽ നമ്മളത് കാര്യമാക്കി തന്നെ അത് ഡോക്ടറെ പോയി കാണിക്കുകയും അതിനുള്ള മെഡിക്കേഷൻ എടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മൈനർ പ്രൈമറി ഹെഡ് ഏക്ക് ഉണ്ട്, സെക്കൻഡറി ഹെഡ് ഏക്ക് ഉണ്ട്. അതിൽ സെക്കൻഡറി ഹെഡ് ഏക്ക് വളരെ കുറച്ച് പേർക്കേ കാണുള്ളൂ. പക്ഷെ അത് അത്തരത്തിൽ നമ്മൾ അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമ്മളത് ഡയഗ്നോസിസ് ചെയ്തിട്ട് വേണം അതിന് മെഡിക്കേഷനും എടുക്കാൻ. നമ്മൾ ഇപ്പോൾ എല്ലാവരും കാണുന്നത് ഒരു തലവേദന വരുമ്പോഴേക്കും നോർമലായിട്ട് ഒരു പാരസിറ്റമോൾ ടാബ്ലറ്റ് കഴിക്കുക, അത് നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വേദന വരുമ്പോൾ നമ്മളത് കഴിക്കും. അത് നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം ദോഷകരമായിട്ടാണ് ബാധിക്കുക. അത് പിന്നീട് പല ഓർഗൻസിനെയും അത് വളരെയധികം അത് എഫക്റ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ നമ്മൾ അത് മാക്സിമം ഒഴിവാക്കുക. അതായത് നമ്മൾ വേദന വരുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റും വേദന പാരസിറ്റമോൾ ഇരുന്ന് കഴിക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമുക്ക് പല CT സ്കാനുകളും MRI സ്കാനും വഴിയൊക്കെ നമുക്ക് തലവേദന മൈഗ്രെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ റീസൺ മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ചില മൈഗ്രെയിനുകൾ നമ്മൾ തീർച്ചയായും സീരിയസ് ആയിട്ട് എടുക്കണം. അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രസവ സമയത്ത്, അതായത് പ്രസവ സമയത്ത് അവർക്ക് തലവേദന വരാറുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് നമ്മളത് കാണിക്കേണ്ടതാണ്. ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള തലവേദന, ചിലപ്പോൾ എന്ത് കാരണം നമുക്ക് മനസ്സിലാവാതെ പെട്ടെന്ന് തുടങ്ങുന്ന തലവേദന, ഭയങ്കര സിവിയർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെയുള്ള തലവേദന ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായും ഡോക്ടറെ കാണിക്കണം. അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞൊരു 60 to 65 ഏജ് കഴിഞ്ഞിട്ട് അവർക്ക് തലവേദന ഭയങ്കര നല്ല സിവിയർ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ
തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്തിട്ട് മരുന്ന് കഴിക്കേണ്ടതാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സാധനം, ഹെവി ആയിട്ടുള്ള സാധനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു സ്ട്രെസ്സ് വരുമ്പം പെട്ടെന്നൊരു ഷോക്ക് പോലെ നമുക്ക് ഭയങ്കരമായിട്ടൊരു തലവേദന വരും. പിന്നെ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. പിന്നെ പെട്ടെന്ന് ഒരു തലവേദന വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പലതരത്തിലും നമുക്ക് കാരണങ്ങൾ കൊണ്ടും തലവേദന വരാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു പ്രൈമറി കാരണങ്ങൾ കൊണ്ടാണ്, പ്രൈമറി ഹെഡേക്കിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തലവേദന മാറ്റിയെടുക്കാം. പല മെഡിസിൻസും ഇന്ന് അവൈലബിൾ ആണ് തലവേദന മാറ്റിയെടുക്കാൻ. അതിൽ പ്രധാന ഒരു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രൈമറി ഹെഡേക്കുള്ള മിക്ക ആൾക്കാർക്കും അവരുടെ സ്ട്രെസ്സോ ടെൻഷൻ അല്ലെങ്കിൽ ജോബിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഫാമിലി റിലേഷൻ അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കാരണം ഒക്കെ തന്നെ ഹെഡേക്ക് വരാറുണ്ട്. ചില ആൾക്കാർക്ക് ചില ലൈറ്റിനോടും ചില സൗണ്ടിനോടും ചില കാര്യങ്ങളോടും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ആ ഒരു സമയത്തും അവർക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അത് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തലവേദന മാറും. എന്നാൽ നമ്മൾ തലവേദന മാറാൻ ഇപ്പോഴത്തെ പുതിയ ടെക്നിക്കിൽ ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ബ്രീത്തിങ് എക്സസൈസ്. അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അതുപോലത്തെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടെൻഷനും അതുപോലെ തന്നെ സ്ട്രെസ്സും കുറയാനും നമ്മൾ ഫുൾ എനർജറ്റിക് ആയിരിക്കാനും നമ്മുടെ ടെൻഷൻ കുറയാനും നമ്മൾ ടെൻഷൻ ഫ്രീ ആയിരിക്കാനും ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മൾ ഫുൾ ഡേ നമ്മളെ എനർജറ്റിക്കായി നിർത്താൻ സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാവുന്നില്ല. ജസ്റ്റ് നമ്മൾ ഒരു മൂക്ക് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്ത നോസ്ട്രിലൂടെ നമ്മൾ നന്നായിട്ട് ശ്വാസം എടുക്കുക. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യുക. മാറ്റി മാറ്റി നമ്മൾ 2 മൂക്കിലൂടെയായിട്ട് ശ്വാസം എടുത്ത് വിടുന്നതിനെയാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ബ്രീത്തിങ്, അതായത് ആ ഒരു എയർ നമ്മൾ മൂക്കിലൂടെ കയറുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു മെഡിറ്റേഷൻ്റെ അതേ ഒരു ലെവലിലോട്ട് അത് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ബ്രീത്തിങ് എക്സസൈസും ഒരു മെഡിറ്റേഷനും നമ്മൾ ഫുൾ ബോഡിയിലേക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നമുക്കൊരു 10 to 15 മിനിറ്റ്സ് നമുക്ക് ഡെയിലി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ മാറാനും അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയാനും ഒക്കെ തന്നെ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുത്തും. അപ്പം അതുവഴി നമുക്ക് ഹെഡേക്ക് കുറയാനും ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡേക്ക് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഒരു ഓവറോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചില ആൾക്കാർക്ക് അവർ സ്ഥിരമായി നല്ല സ്ട്രോങ് ചായ കുടിക്കുന്ന ആൾക്കാർക്ക് ചായ കുടിക്കാതിരുന്ന തലവേദന വരാറുണ്ട്. അതിലെ കഫീൻ കണ്ടന്റ്, കോഫി കുടിക്കുന്ന ആൾക്കാർക്ക് അത് സ്റ്റോപ്പ് ചെയ്ത തലവേദന വരാറുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് എന്നും ഉറങ്ങുന്ന ഒരു വ്യക്തി ഉറങ്ങാതിരുന്ന അവർക്കും ഇതേപോലെ തലവേദന വരാറുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ നമ്മളിലോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് സിവിയറായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം കുറച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.